So coming to the next topic, we have to prove a relation between intensity of loading, that is W, shear force F and bending moment M. ഇപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. അതിന് തന്നെ കൺസിഡർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം subject to loading as shown in figure. Simply supported beam subject to loading as shown in figure. Take an elemental portion of length dx. Take an elemental portion of length dx as shown in the figure. അപ്പോൾ ഇതിൽ ഇവിടെ മൊമെന്റ് എം ആക്ട് ചെയ്യുന്നു, ഇവിടെ ഷിയർ ഫോഴ്സ് എഫ് ഉണ്ട്. ഇത് ഇത്രയും ലെങ്ത്തിൽ അങ്ങോട്ട് വന്നുകൊണ്ട് ഈ സൈഡിലേക്ക് എത്തുമ്പോൾ എഫ് പ്ലസ് ഡി എഫ് ഐ ഷിയർ ഫോഴ്സ് ദാറ്റ് ഈസ് ആക്ടിങ് ഡൗൺ, എം പ്ലസ് ഡി എം ഈസ് ആക്ടിങ് ഹിയർ ഇൻ ദ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. ഇപ്പൊ ഈ മൊമെന്റ് ഇവിടെ ഇങ്ങനെ ആക്ട് ചെയ്യാനുള്ള കാരണം ഇറ്റ് ഇസ് എ സാഗിങ് മൊമെന്റ്. ഇത് കണ്ടോ, ഈ ഒരു സാഗിങ് ആണ് ഇവിടെ സിമ്പിൾ സപ്പോർട്ടഡ് ബീമിൽ ലോഡ് വന്നപ്പോൾ സാഗിങ് ആയി. അതുകൊണ്ട് ഇവിടെ എമ്മും ഇവിടെ എം പ്ലസ് ഡി എമ്മും വന്നു. ഇനി ഈ ഡയറക്ഷന്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. എനിവേ ടേക്ക് ദിസ് ആസ് ഇറ്റ് ഈസ്. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതെങ്ങനെ തന്നെ പഠിക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അപ്പും റൈറ്റ് സൈഡിൽ ഡൗണും. കാരണം നമ്മൾ പോസിറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോൺസെപ്റ്റ് എടുത്തത്, കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കണ്ടീഷനിൽ പോവാണ്. ആദ്യം തന്നെ നമുക്കതിനെ ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാം. ദാറ്റ് ഈസ് sigma fy equal to 0. That is our condition. Sigma fy, that is what vertical direction le അല്ലെങ്കിൽ y direction le net force equal to 0. അതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലേ. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് നോക്കാം, എന്താ പറ്റുക നോക്കാം. സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0 വരുമ്പോൾ ഹിയർ പ്ലസ് എഫ് ഈസ് ആക്ടിങ് അപ്പ് ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ മൈനസ് എഫ് പ്ലസ് ഡി എഫ് ഈസ് ദർ. പിന്നെ ഇത്രയും ലോഡ് ഡബ്ല്യു പെർ മീറ്റർ, ഒരു മീറ്ററിൽ ഡബ്ല്യു ഇന്റൻസിറ്റി ഉള്ള ലോഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഡി എക്സ് മീറ്ററിൽ എത്ര ലോഡ് ഉണ്ടാവും, താഴോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ മൈനസ് ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് മൈനസ് ഡി എഫ് മൈനസ് ഡബ്ല്യു ഡി എക്സ് ഈക്വൽ ടു 0. അതിൽ നമുക്ക് എന്ത് കിട്ടും, ഡബ്ല്യു ഈക്വൽ ടു മൈനസ് df divided by dx എന്ന് കിട്ടും. This is the relation between intensity of loading and shear force. പിന്നെ അതിന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, df by dx എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് an equation of f ആണ് അല്ലേ. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് shear force gives intensity of the loading. That is the relation. അപ്പോൾ നെക്സ്റ്റ് ലൈൻ എഴുതാം. It shows that the first derivative of the shear force gives intensity of loading. First derivative of shear force gives intensity of loading. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ, അടുത്ത കണ്ടീഷൻ സിഗ്മ എം ഈക്വൽ ടു 0 എന്നൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ സിഗ്മ എം ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യുന്നത് ഈ ലെഫ്റ്റ് സൈഡിലാണ്. സപ്പോസ് ദി സെക്ഷൻ ഈസ് 1 ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ മൊമെന്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ സിഗ്മ ഡെൽറ്റ എം അല്ലെങ്കിൽ സിഗ്മ എം 11 ഈക്വൽ ടു 0 എന്ത് കിട്ടും, ഈ കണ്ടീഷന്റെ ഇവിടെ നിന്നാണ് മൊമെന്റ് എടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ മൊമെന്റ് അബൌട്ട് ദിസ് പോയിന്റ്, ടോട്ടൽ മൊമെന്റ് അബൌട്ട് ദിസ് പോയിന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മെക്കാനിക്സ് പഠിച്ചതാണ് മൊമെന്റ് എങ്ങനെ എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ പോയിന്റിൽ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോഴ്സ് കൊണ്ട് ഇവിടെ മൊമെന്റ് ഉണ്ടാവുന്നുണ്ടോ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെന്റ്. അപ്പൊ ഈ പോയിന്റിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് 0 ആയതുകൊണ്ട് ഇവിടെ എഫിന്റെ വാല്യൂ എഫിന്റെ ഉണ്ടാവുന്ന മൊമെന്റ് 0. പിന്നെ ഉള്ളത് ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. So that is taken as positive. So plus sigma m, plus m. Then ഇങ്ങോട്ട് പോവാണ്. ഇവിടെ ഇത്രയും ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്ര ലോഡ് ആക്ട് ചെയ്യുന്നത് ഡി എക്സ് ഡിസ്റ്റൻസിലാണ്. അപ്പൊ ഈ ലോഡ് കൊണ്ടുണ്ടാവുന്ന മൊമെന്റ് എന്താണ്, ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഇസ് ദ ടോട്ടൽ ലോഡ് ആൻഡ് ദാറ്റ് ഈസ് ആക്ടിങ് ത്രൂ ദ സെൻട്രോയിഡ് ഓഫ് ദിസ് ഡിസ്റ്റൻസ്. സോ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ 2 ആയിരിക്കും ഇതുകൊണ്ടുണ്ടാവുന്ന മൊമെന്റ്. ദെൻ ദിസ് എഫ് പ്ലസ് ഡി എഫ് കൊണ്ടൊരു മൊമെന്റ് ഉണ്ടാവും അറ്റ് ദിസ് പോയിന്റ്. എങ്ങനെ ഉണ്ടാവുന്ന മൊമെന്റ്, ദിസ് ഫോഴ്സ് ഇസ് ആക്ടിങ് ഡൗൺ ലൈക്ക് ദിസ്. അപ്പൊ ഇവിടെ ഈ പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ക്രിയേറ്റിംഗ് എ ക്ലോക്ക് വൈസ് മൊമെന്റ്. ഈ എഫ് പ്ലസ് ഡി എഫ് കൊണ്ട് ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാവും. സോ പ്ലസ് എഫ് പ്ലസ് ഡി എഫ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡി എക്സ് ആണ്. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ മൊമെന്റ് എം പ്ലസ് ഡി എം ഇസ് ആക്ടിങ് ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ മൈനസ് m plus dm and that is equal to 0. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് എം ഉണ്ട്, മൈനസ് എം ആയി. ഇവിടെ നമുക്ക് ഈ ഡബിൾ ആയിട്ടുള്ള സ്മോൾ ടേംസ് വരുന്നതെല്ലാം ഒഴിവാക്കാം, നെഗ്ലക്ട് ചെയ്യാം, ബീങ് വെരി സ്മോൾ. അപ്പൊ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് സ്ക്വയർ ഇത് നമുക്ക് ഒഴിവാക്കാം, ബീങ് വെരി സ്മോൾ. ഇത് നേരത്തെ ഒഴിവായി. പിന്നെ ഉള്ളത്
ഇവിടെ എഫ് ഇൻറ്റു ഡി എക്സ് ഉണ്ട്. സോ പ്ലസ് എഫ് ഇൻറ്റു ഡി എക്സ്. ദെൻ ഡി എഫും ഡി എക്സും അഗൈൻ വളരെ സ്മോൾ ടേംസ് ആണ്, അപ്പൊ അത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഇവിടെ മൈനസ് ഡി എം ഈക്വൽ ടു 0. ദെർഫോർ എഫ് ഈക്വൽ ടു ഡി എം ബൈ ഡി എക്സ് എന്ന് കിട്ടും. That is shear force is equal to first derivative of the moment. From this we can see that shear force is the first derivative of the moment. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് വേറൊരു കൺക്ലൂഷൻ എടുക്കാൻ പറ്റുന്നത്, ഇഫ് എഫ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടാൻ പോകുന്നത്? എഫ് 0 ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഡി എം ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതൊരു മാത്തമാറ്റിക്കലി ഒരു പ്രൂഫാണ്. നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്, ഈ ഇന്റഗ്രേഷണൽ ഡിഫറൻസിയേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വെൻ ഡി എം ബൈ ഡി എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എൻ ഇക്വേഷൻ ഈസ് 0, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് മാക്സിമം. ദാറ്റ് ഈസ് വെൻ എം മാക്സിമം ആണെങ്കിൽ ഡി എം ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്ത് മനസ്സിലാക്കാം? ഡി എം ബൈ ഡി എക്സ് 0 എന്ന് പറഞ്ഞാൽ എഫ് 0 ആണ്. ദാറ്റ് ഇസ് ഷിയർ ഫോഴ്സ് 0 ആവുന്ന സമയത്ത് ഡി എം ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് മീൻസ് എം ഈസ് മാക്സിമം. അപ്പൊ അതിൻ്റെ അകത്ത് എന്താ കൺക്ലൂഷൻ വേണ്ടത്? വെൻ ഷിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0, മൊമെന്റ് വിൽ ബി മാക്സിമം. അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ എവിടെയാണോ മൊമെന്റ് മാക്സിമം അവിടെ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും, അല്ലെങ്കിൽ shear force will be changing its sign. അപ്പോൾ താഴെ അതും കൂടി എഴുതാം. We can infer that infer that when shear force is equal to 0, moment is maximum. When shear force is equal to 0, moment is maximum. Or വേറെ രീതി പറയാം, or when moment is maximum, the shear force at that point equal to 0. Or when moment is maximum, the shear force at that point equal to 0. Okay, so this is the explanation for this relation between intensity of loading and shear force and bending moment. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് W ഈക്വൽ ടു മൈനസ് ഡി എഫ് ബൈ ഡി എക്സ് ആണ്. ആൻഡ് രണ്ടാമത്തെ ഇക്വേഷൻ എഫ് ഈക്വൽ ടു ഡി എം ബൈ ഡി എക്സ് ആണ്. ഈ രണ്ട് ഇക്വേഷനും തറവായിരിക്കണം. ആൻഡ് വിത്ത് ദിസ് പ്രൂഫ് ഓൾസോ. ഇത് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ് 7 മാർക്കിന് ക്വസ്റ്റ്യൻ. ഇത്ര മാത്രമേ എഴുതാനുള്ളൂ. ജസ്റ്റ് ഈ ഒരു ഫിഗർ മാത്രമേ നമ്മളെ MOS വരുന്നുള്ളൂ. ബാക്കി ഫുൾ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ആണ്. ഷുവർലി യു ക്യാൻ സ്കോർ ദാറ്റ് 7 marks. Okay.